ഓക്കെ, അപ്പൊ നമുക്ക് 11ാമത്തെ ക്വസ്റ്റിനിലേക്ക് കിടക്കാം. എടാ, ഇത് നമ്മളെ ഇന്റഗ്രേഷൻ എന്ന ചാപ്റ്ററിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇന്റഗ്രേഷൻ എന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, അതാ ഇങ്ങനെ ഇന്റഗ്രൽ ഓഫ് e⁻x ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് എക്സ് എന്ന് പറഞ്ഞ എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, e⁻x ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് അല്ലേ അല്ലെ? ആ ഒരു പെർട്ടിക്കുലർ കൺസെപ്റ്റ് ഉപയോഗിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോ ആദ്യമായിട്ട് ഇതാ ഇങ്ങനെ ഈ കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകുക. ഇതാ ഇവിടെ e⁻x എന്ന് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം, അതെ ഉള്ളിൽ എന്തുണ്ടാവും, ഒരു എഫ് ഓഫ് എക്സും പ്ലസ് എഫ് ഡാഷ് എക്സും ഉണ്ടാവാം എന്ന് മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി അങ്ങനെയെങ്കിൽ ഇതിന്റെ ഇന്റഗ്രേഷൻ വാല്യൂ എന്താ, g ഓഫ് എക്സ് പ്ലസ് അല്ലെ? ഇവിടെ c is a constant of integration, we have to find the value of g of 1/2 അല്ലെ? അല്ല g of 1/2 ആണെങ്കിൽ ആദ്യം എന്ത് വേണം, g of x വേണ്ടേ അല്ലെ? സോ എന്റെ ലക്ഷ്യം എന്താണ്, g of x കിട്ടിയിട്ട് x ന് 1/2 കൊടുത്ത ആരായി, g of 1/2 അല്ലെ? സോ എന്റെ ലക്ഷ്യം g of x കാണാം അല്ലെ? ആ g of x ആണെങ്കിൽ ഇതിന്റെ ഇന്റഗ്രേറ്റിംഗ് വാല്യൂ അല്ലേ g of x അല്ലെ? അപ്പൊ ഇതിന്റെ ഇന്റഗ്രേറ്റിംഗ് വാല്യൂ ആണെങ്കിൽ ഇത് ഏത് ഫോമിലാക്കണം, e⁻x ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് എക്സ് ഫോമിലാക്കണ്ടേ? അപ്പൊ ഇതിന്റെ ഉള്ളിലത്തെ ആളെ ഞാൻ എന്താക്കണം, എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് എക്സ് എന്ന ഫോമിലേക്ക് ആക്കണം അല്ലെ? അവിടെ എഫ് ഓഫ് എക്സ് പ്ലസ് എക്സ് എഫ് ഡാഷ് എക്സ് എന്ന് പറഞ്ഞാലേ ഒരു ഫംഗ്ഷൻ അവിടെ ഉണ്ടാവും, ആ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് അവിടെ ഉണ്ടാവും അല്ലെ? അതെങ്ങനെ ചെക്ക് ചെയ്യാം, ഞാനേ ഇത് ഫംഗ്ഷൻ ആക്കി എടുത്താൽ ആ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ഇതാവണം, അങ്ങനെയെങ്കിലേ ആ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ? ആ ഫംഗ്ഷൻ ആരാക്കി എടുക്കുക, ഇത് ഫംഗ്ഷൻ ആക്കി എടുക്കുക അല്ലെ? അത് ഫംഗ്ഷൻ ആക്കി എടുത്താൽ ഇതെന്താണ്, അതിന്റെ ഡെറിവേറ്റീവ് ആവണം, ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക, ഫംഗ്ഷൻ ആരാക്കി എടുക്കുക, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു, ഇവിടെ ഫംഗ്ഷൻ ആരാ മക്കളെ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സൈൻ ഇൻവേഴ്സ് എക്സ് ഡിവൈഡ് ബൈ √1 മൈനസ് എക്സ് സ്ക്വയർ. അത് ഫംഗ്ഷൻ ആണെങ്കിൽ എഫ് ഡാഷ് എക്സ് ഇയാളാവണം. ഓക്കെ, അങ്ങനെയെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടി ഇവിടെ വാലിഡ് ആവുള്ളൂ. ഓക്കെ, നമ്മൾ ചെക്ക് ചെയ്യാം. ഇതാണ് എഫ് ഡാഷ് എക്സ് വരിക, മക്കളെ രണ്ട് ഫംഗ്ഷന്റെ ഡിവിഷൻ അല്ലേ, രണ്ട് ഫംഗ്ഷൻ ഡിവിഷൻ ആകുമ്പോൾ കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യാലോ. എന്താ കോഷ്യൻ റൂൾ വരിക, ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ d/dx ഓഫ് ന്യൂമറേറ്റർ എക്സ് സൈൻ ഇൻവേഴ്സ് എക്സ് മൈനസ് ന്യൂമറേറ്റർ ആരാ എക്സ് സൈൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു d/dx ഓഫ് ഡിനോമിനേറ്റർ d/dx ഓഫ് √1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ സോറി ഇൻറ്റു സ്ക്വയർ ഓഫ് ഡിനോമിനേറ്റർ അല്ലെ? എന്താ √1 മൈനസ് എക്സ് സ്ക്വയർ എന്താ 1 മൈനസ് എക്സ് അല്ലെ? ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഡിനോമിനേറ്റർ ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ അല്ലേ? അത് അപ്ലൈ ചെയ്തു. അപ്പൊ തരാ √1 മൈനസ് എക്സ് സ്ക്വയർ. എടാ എക്സ് ഇൻറ്റു സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ രണ്ട് ഫംഗ്ഷന്റെ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ? രണ്ട് ഫംഗ്ഷന്റെ മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, പ്രൊഡക്റ്റ് റൂൾ യൂസ് ചെയ്യാലോ. അപ്പൊ എന്താ, എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് സൈൻ ഇൻവേഴ്സ് എക്സ് 1/√1 മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് സൈൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് അല്ലേ, അത് 1 ആണ് അല്ലെ? ഇനി അടുത്തെന്താ, മൈനസ് എക്സ് സൈൻ ഇൻവേഴ്സ് എക്സ്. വാട്ട് ഈസ് ഡെറിവേറ്റീവ് √1 മൈനസ് എക്സ് സ്ക്വയർ, ഡെറിവേറ്റീവ് √x 1/2 √x അല്ലേ? അപ്പൊ റൂട്ട് ചക്ക 1/√2 ചക്കല്ലേ വരിക. അപ്പൊ √1 മൈനസ് എക്സ് സ്ക്വയർ എന്താ 1/2 √1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് 1 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 2x അല്ലേ? ഈ മൈനസ് മൈനസും പ്ലസ് ആയി 2x ആയി, ഈ 2 കട്ട് ചെയ്തു അല്ലെ? ഡിവൈഡ് എന്താ കിട്ടി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഈ ഞാൻ ചെയ്യുന്ന കാര്യം വെച്ചാലേ ഇതാ ഈ √1 മൈനസ് എക്സ് സ്ക്വയർ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ആണേ. അപ്പൊ എന്ത് ചെയ്യാ, ഇത് ഉള്ളിലേക്ക് കൊടുത്ത ആ √1 മൈനസ് എക്സ് സ്ക്വയർ ഇത് കട്ടായി പോലെ ബാക്കി എന്താ എക്സ് വരും അല്ലെ? ആ √1 മൈനസ് എക്സ് സ്ക്വയർ ഇവിടെ കൊടുത്താൽ എന്തേ മാറി, √1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു സൈൻ ഇൻവേഴ്സ് എക്സ്. ഇവിടെ എന്താ വരിക, എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ അല്ലേ, എക്സ് സ്ക്വയർ സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ √1 മൈനസ് എക്സ് സ്ക്വയർ അല്ലെ? അടാ ഇനി താഴെ ഒരു 1 മൈനസ് എക്സ് സ്ക്വയർ അല്ലേ അല്ലെ? ആ 1 മൈനസ് എക്സ് സ്ക്വയർ ഞാൻ ഇവിടെയും കൊടുത്തു എന്ന് വിചാരിക്കും. കാരണം ആ 1 മൈനസ് എക്സ് സ്ക്വയർ മൊത്തമായിട്ടുണ്ട്. അപ്പൊ അത് ഓരോ ടേമിന് ഞാൻ 1 മൈനസ് എക്സ് കൊടുത്തു അല്ലെ? അങ്ങനെ ഇതെന്ന് വരിക എക്സ് ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ. അതാ √1 മൈനസ് എക്സ് സ്ക്വയർ ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ താഴെ റൂട്ട് വരില്ലേ അല്ലെ? അപ്പൊ എന്ത് വരിക, സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ √1 മൈനസ് എക്സ് സ്ക്വയർ. ഇവിടെ എന്താ എക്സ് സ്ക്വയർ സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ √1 മൈനസ് എക്സ് സ്ക്വയറിന്റെ ബാക്കി ആരുടെ ഒരു 1 മൈനസ് എക്സ് സ്ക്വയർ അല്ലേ അല്ലെ? ഇനി ഞാൻ ചെയ്യുന്ന കാര്യം ഇതൊന്നും കൂടി എഴുതാണേ, എക്സ് ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എടാ ഇവിടെ എനിക്ക് ആരെ കോമൺ ആക്കി എടുക്കാം, സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ √1 മൈനസ് എക്സ് കോമൺ ആക്കി എടുക്കാലോ അല്ലെ? അപ്പൊ സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ √1 മൈനസ് എക്സ് സ്ക്വയർ കോമൺ ആക്കി എടുത്താൽ ബാക്കി ആരെ വരിക, ഇവിടെ ഒരു 1 വരും അല്ലെ? പിന്നെ പ്ലസ് എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ
1 മൈനസ് എക്സ് സ്ക്വയർ അല്ലെ, അതെന്ത് വരിക എക്സ് ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ. അത് ക്രോസ് ചെയ്താലേ 1 മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ അല്ലേ, അത് 1 ആവില്ലേ. സോ 1 ഇൻറ്റു 1 ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ അല്ലേ. സോ എന്താ വരിക എക്സ് ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് സൈൻ ഇൻവേഴ്സ് എക്സ് ഡിവൈഡ് ബൈ എടാ 1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ 1 മൈനസ് എക്സ് സ്ക്വയർ റേസ് ടു 3/2 അല്ലേ അല്ലെ. അപ്പൊ എന്ത് കിട്ടി എക്സ് ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ, ഇതാണ് ഇവിടെ സൈൻ വേഴ്സ് എക്സ് ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ റേസ് 3/2. അതല്ലേ ഡെറിവേറ്റീവ് ഇട്ടത്. അതായത് ഈ ചെങ്ങായിനെ ഞാൻ എഫ് ഓഫ് എക്സ് ആക്കി എടുത്താൽ ഇതാരാ എഫ് ഡാഷ് എക്സ് ആ അല്ലെ. അപ്പൊ ഇത് ഏത് ഫോർമുല ഇ റേസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് എക്സ്. വാട്ട് ഇസ് ഇന്റഗ്രൽ ഓഫ് ഇ റേസ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് എക്സ്? യെസ്, അത് ഇ റേസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് സി അല്ലേ. അപ്പൊ ഇ റേസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ആരാ ഈ ചെങ്ങായല്ലേ എക്സ് സൈൻ വേഴ്സ് എക്സ് ബൈ റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ, ഇതാണ് എന്ത് പ്ലസ് സി, ഇതാണ് ആൻസർ അല്ലെ. അപ്പൊ ഇത് ജി ഓഫ് എക്സ് പ്ലസ് സി അല്ലേ. അപ്പൊ ഇവിടെ ജി ഓഫ് എക്സ് ആർ, ഇതാണ് ജി ഓഫ് എക്സ് അല്ലെ. സോ ജി ഓഫ് എക്സ് എന്ത് കിട്ടി ഇ റേസ് ടു എക്സ് ഇൻറ്റു എക്സ് സൈൻ വേഴ്സ് എക്സ് ബൈ റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ ആണ് ജി ഓഫ് എക്സ് അല്ലെ. കാരണം ജി ഓഫ് 1/2 അല്ലെ. ജി ഓഫ് 1/2 ടെൻ എക്സ് 1/2 എടുത്താൽ പോരെ. അപ്പൊ എന്താ ഇ റേസ് ടു 1/2 ഇൻറ്റു 1/2 ഇൻറ്റു സൈൻ വേഴ്സ് 1/2 ഡിവൈഡ് ബൈ റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ 1/2 സ്ക്വയർ 1 മൈനസ് 1/4 അല്ലേ. അത് റൂട്ട് 3/4 അല്ലേ വരിക. ഇപ്പൊ റൂട്ട് 3/2 അല്ലെ. ബൈ 4 ആകുമ്പോൾ റൂട്ട് നമ്പർ 2 ആവും. ഈ 2 ഇൻറ്റു കട്ടയാലോ എടാ ഇത് റൂട്ട് ഇ അല്ലേ. റൂട്ട് ഇ ബൈ റൂട്ട് 3 റൂട്ട് ഓഫ് ഇ ബൈ 3 എന്നാലോ അല്ലെ. ഇ റേസ് 1/2 റൂട്ട് ഇ അല്ലേ. ഇനി ഇത് സൈൻ വേഴ്സ് 1/2 അല്ലേ. വാട്ട് ഇസ് ദാറ്റ് π/6 അല്ലെ. സോ π/6 റൂട്ട് ഇ ബൈ 3 ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. നല്ല ക്വസ്റ്റൻ ആണ്. പക്ഷെ കുറച്ച് കാൽക്കുലേഷൻ ഉണ്ട്. കാൽക്കുലേഷൻ ചെയ്താലേ ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ എന്താ മനസ്സിലാക്കുക ഇന്റഗ്രൽ ഓഫ് ഇ റേസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ ഇ റേസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് സി ആണെന്ന് മനസ്സിലാക്കുക. അതാണ് ഇവിടെ യൂസ് ചെയ്ത ഐഡിയ.